ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്കൊന്ന് പരിശോധിക്കാം. കുറെ ക്ലാസ്സിലൂടെ ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മളിവിടെ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് UPSCയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആരെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ 2025 മെയ് മാസത്തിലാണ് UPSCക്ക് പുതിയ ചെയർമാൻ എത്തുന്നത്. UPSCയുടെ പുതിയ ചെയർമാൻ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അജയകുമാർ ആണ്. UPSCയുടെ പുതിയ ചെയർമാൻ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അജയകുമാർ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് UPSCയുടെ പുതിയ ചെയർമാൻ ആര്. ഉത്തരമായിട്ട് വരേണ്ടത് അജയകുമാർ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ UPSCയുടെ പുതിയ ചെയർമാൻ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക അജയകുമാർ ആണ് UPSCയുടെ പുതിയ ചെയർമാൻ ആയിട്ട് വരുന്നത്. അപ്പൊ ആരാണ് UPSCയുടെ പുതിയ ചെയർമാൻ? അജയകുമാർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് $50 മില്യൺ ട്രഷറി ബില്ല് പുറത്തിറക്കി ഇന്ത്യ സഹായിക്കുന്ന രാജ്യം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. $50 മില്യൺ ട്രഷറി ബില്ല് പുറത്തിറക്കി ഇന്ത്യ സഹായിക്കുന്ന രാജ്യം ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മാലിദ്വീപാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് മാലിദ്വീപാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. $50 മില്യൺ ട്രഷറി ബില്ല് പുറത്തിറക്കി ഇന്ത്യ സഹായിക്കുന്ന രാജ്യം ഏതാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാലിദ്വീപാണ്. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടത് $50 മില്യൺ ട്രഷറി ബില്ല് പുറത്തിറക്കി ഇന്ത്യ സഹായിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാലിദ്വീപാണ്. മാലിദ്വീപാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കാനഡയുടെ വിദേശകാര്യ മന്ത്രി ആരെന്നാണ് നമ്മുടെ ചോദ്യം. കാനഡയുടെ വിദേശകാര്യ മന്ത്രി ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇവരൊരു ഇന്ത്യൻ വംശജയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവരൊരു ഇന്ത്യൻ വംശജയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. കാനഡയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഇന്ത്യൻ വംശജ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അനിത ആനന്ദ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ആരാണ് കാനഡയുടെ വിദേശകാര്യ മന്ത്രിയായിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജ? ഉത്തരമായിട്ട് വരേണ്ടത് അനിത ആനന്ദ് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കാശിഷ് ചൗധരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ്. കാശിഷ് ചൗധരി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ പേര് ഈ അടുത്ത പത്രങ്ങളിൽ ഇടം പിടിക്കുന്നത് പാകിസ്ഥാന്റെ പ്രവശ്യയായിട്ടുള്ള ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ പ്രവശ്യയാണ് ബലൂചിസ്ഥാൻ. ഈ ബലൂചിസ്ഥാനിൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പാകിസ്ഥാൻ പ്രവശ്യയായ ബലൂചിസ്ഥാനിൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പദവിയിൽ നിയോഗിക്കപ്പെട്ട ആദ്യ ഹിന്ദു വനിതാ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഫസ്റ്റ് ഹിന്ദു വനിതാ അസിസ്റ്റന്റ് കമ്മീഷനാണ് നമ്മളിവിടെ പരിചയപ്പെട്ട കാശിഷ് ചൗധരി എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ അസിസ്റ്റന്റ് കമ്മീഷണർ ആണ് നമ്മുടെ കാശിഷ് ചൗധരി. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ചരിത്രത്തിൽ ആദ്യമായി പദവിയിൽ നിയോഗിക്കപ്പെട്ട ആദ്യത്തെ ഹിന്ദു വനിതാ അസിസ്റ്റന്റ് കമ്മീഷണറാണ് ആര്? കാശിഷ് ചൗധരി. അപ്പൊ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ആദ്യത്തെ ഹിന്ദു വനിതാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ പേര് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാശിഷ് ചൗധരിയാണ്. പാകിസ്ഥാൻ പ്രവശ്യയായിട്ടുള്ള ബലൂചിസ്ഥാനിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് പദവിയിൽ നിയോഗിക്കപ്പെട്ട ആദ്യ ഹിന്ദു വനിതാ അസിസ്റ്റന്റ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാശിഷ് ചൗധരിയാണ്. ഇനി ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് മറ്റൊരു വ്യക്തിയുടെ പേരാണ് ഗംഗാ ദിലീപ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. തമിഴ്നാടിന്റെ ശുചീകരണ ദൗത്യമാണ് ക്ലീൻ തമിഴ്നാട് എന്ന് പറയുന്നത്. തമിഴ്നാടിന്റെ ശുചീകരണ ദൗത്യം, തമിഴ്നാട് സർക്കാരിന്റെ ശുചീകരണ ദൗത്യം. ആ ഒരു ദൗത്യത്തിന്റെ പേരാണ് ക്ലീൻ തമിഴ്നാട് എന്ന് പറയുന്നത്. എന്താണ്? ക്ലീൻ തമിഴ്നാട്. ആ ഒരു ദൗത്യത്തിന്റെ പേരാണ് ക്ലീൻ തമിഴ്നാട് എന്ന കാര്യം ഓർത്തിരിക്കുക. തമിഴ്നാട്. ഇപ്പൊ നമ്മളോട് പറഞ്ഞത് തമിഴ്നാടിന്റെ ശുചീകരണ ദൗത്യമാണ് ക്ലീൻ തമിഴ്നാട്. ആ ക്ലീൻ തമിഴ്നാടിന്റെ ആദ്യത്തെ
ആദ്യത്തെ സിഇഒ ആയിട്ടുള്ള മലയാളിയാണ്. സിഇഒ ആയിട്ടുള്ള മലയാളിയാണ് നമ്മുടെ ഗംഗാ ദിലീപ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞെന്താണ്, തമിഴ്നാടിന്റെ ശുചീകരണ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ക്ലീൻ തമിഴ്നാടിന്റെ ആദ്യ സിഇഒ ആയിട്ടുള്ള മലയാളിയാണ് ഗംഗാ ദിലീപ്. ഇപ്പൊ തമിഴ്നാടിന്റെ ശുചീകരണ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ക്ലീൻ തമിഴ്നാട്, അതിന്റെ ആദ്യത്തെ സിഇഒ ആയിട്ട് വന്നിരിക്കുന്ന മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗംഗാ ദിലീപ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗംഗാ ദിലീപ് ആണ്. അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ കെല്ലർ എന്ന് പറയുന്ന ഒരു ദൗത്യമാണ്. ഈ അടുത്ത വാർത്തയിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒന്നാണ് ഓപ്പറേഷൻ കെല്ലർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ധു അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന ഒന്നാണ് ഓപ്പറേഷൻ കെല്ലർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ കെല്ലർ എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ജമ്മു കാശ്മീരിലെ സഷയാനിൽ ജമ്മു കാശ്മീരിലെ ഷഷയാനിൽ 3 ലഷ്കർ ഇ തായിബ ഭീകരരെ സുരക്ഷാ സേന വധിച്ച ഓപ്പറേഷനാണ്. അപ്പൊ 3 ലഷ്കർ ഇ തോയിബ ഭീകരരെ സുരക്ഷാ സേന വധിച്ച ദൗത്യമാണ് ഇത്. സുരക്ഷാ സേന വധിച്ച ഒരു ഓപ്പറേഷനാണ് എന്ന് പറയുന്നത് നമ്മളിവിടെ പരിചയപ്പെട്ട ഓപ്പറേഷൻ കെല്ലർ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പറേഷൻ കെല്ലർ എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിലെ സഷയാനിൽ 3 ലഷ്കർ ഇ തായിബ ഭീകരരെ സുരക്ഷാ സേന വധിച്ച ഓപ്പറേഷനാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഓപ്പറേഷൻ കെല്ലർ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഓപ്പറേഷൻ കെല്ലർ ആണ്. ജമ്മു കാശ്മീരിലെ ഷഷയാനിൽ 3 ലഷ്കർ ഇ തോയ്ബ ഭീകരരെ സുരക്ഷാ സേന വധിച്ച ഓപ്പറേഷനാണ് എന്ത്, ഓപ്പറേഷൻ കെല്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ കെല്ലർ എന്ന് നമ്മൾ ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് കുറുവിലങ്ങാട് കോട്ടയം എന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ്. കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് 50 കോടി ചിലവിട്ട് നിർമ്മിക്കുന്ന സയൻസ് സിറ്റിയുടെ 1ാം ഘട്ടമായ സയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്ന എവിടാന്ന് വെച്ചാൽ ഈ പറയുന്ന കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാടാണ്. ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്, ഒന്നാമത്തെ പോയിന്റ് 50 കോടി ചിലവിട്ട് നിർമ്മിക്കുന്ന സയൻസ് സിറ്റി. അപ്പൊ അതിന്റെ ആ ഒരു ചിലവ് 50 കോടിയാണ് ചിലവ് എന്ന് പറയുന്നത്. എന്തിന്റെയാണ്, ഈ പറയുന്ന സയൻസ് സിറ്റിയുടെ ചിലവാണ് 50 കോടി എന്ന് പറയുന്നത്. അതിന്റെ 1ാം ഘട്ടം, അതിന്റെ ഫസ്റ്റ് ഘട്ടം, അതിന്റെ 1ാം ഘട്ടമായ സയൻസ് സെന്ററിന്റെ 1ാം ഘട്ടമായിട്ടുള്ള സയൻസ് സെന്റർ, ഇതിന്റെ ഉദ്ഘാടനം, സയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാൻ പോകുന്ന എവിടാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിർവഹിച്ചത് എവിടാന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാടാണ്. ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്, 50 കോടി ചിലവിട്ട് നിർമ്മിക്കുന്ന സയൻസ് സിറ്റി ഉണ്ട്. 50 കോടി ചിലവിട്ട് നിർമ്മിക്കുന്ന സയൻസ് സിറ്റി, അതിന്റെ 1ാം ഘട്ടമായ സയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നമ്മുടെ മുഖ്യമന്ത്രി നിർവഹിച്ചത് കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാടാണ്. അപ്പൊ സയൻസ് സിറ്റി അല്ലെങ്കിൽ സയൻസ് സെന്റർ ഇത് എവിടെയാണെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 50 കോടി ചെലവിൽ നിർമ്മിക്കാൻ പോകുന്ന സയൻസ് സിറ്റി കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് കേന്ദ്രീകരിച്ചാണ്. അപ്പൊ 50 കോടി ചെലവിൽ നിർമ്മിക്കാൻ പോകുന്ന സയൻസ് സിറ്റിയുടെ 1ാം ഘട്ടം സയൻസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് എന്ന പേര് ഓർത്തിരിക്കുക. കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് എന്ന പേര് ഓർത്തിരിക്കുക. നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊരു പേരാണ്. റീസാറ്റ് 1B എന്നാണ് നമ്മുടെ പേര്. ഇത് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഒരു ഉപഗ്രഹത്തിന്റെ പേരാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിയണമെന്ന് നോക്കാം. ഭീകരാക്രമണവും അതിർത്തി സംഘർഷവും ഭീഷണിയായ കാശ്മീരിന്റെ കാവലിനായിട്ട് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് റീസാറ്റ് 1B എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാശ്മീരിന്റെ കാവലിനായിട്ടാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കാശ്മീരിന്റെ കാവലാണ്. കാശ്മീരിന്റെ കാവൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട റീസാറ്റ് 1B. ഇത് വിക്ഷേപിക്കുന്നത് PSLV C-61
PSLV-C-61 എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിലാണ് റീസാറ്റ് 1B എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഭീകരാക്രമണവും അതിർത്തി സംഘർഷവും ഭീഷണിയായ കാശ്മീരിന്റെ കാവലിനായി ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ്. അത് PSLV-C-61 വിക്ഷേപിക്കുന്നത്. പേരോർത്തിരിക്കുക, റീസാറ്റ് 1B എന്നാണ്. റീസാറ്റ് 1B എന്നാണ്. അപ്പൊ എന്താണ് റീസാറ്റ് 1B? കാശ്മീരിന്റെ കാവലിനായിട്ട് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ്. PSLV-C-61 വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് റീസാറ്റ് 1B എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ റീസാറ്റ് 1B എന്താന്ന് വെച്ചാൽ നമ്മൾ പറയണം, ഭീകരാക്രമണവും അതിർത്തി സംഘർഷവും ഭീഷണിയായിട്ടുള്ള കാശ്മീരിന്റെ കാവലിനായിട്ട് ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് റീസാറ്റ് 1B. അത് വിക്ഷേപിക്കുന്ന വാഹനം PSLV-C-61. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാം. 2025 മെയ് മാസത്തില്, നമ്മുടെ 2025 മെയ് മാസത്തിൽ നമ്മുടെ ചെസ് ഉണ്ടല്ലോ, ചെസ്, ഇത് നിരോധിച്ച ഒരു രാജ്യമുണ്ട്. ചെസ് നിരോധിച്ച രാജ്യം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു ചോദ്യം ചോദിക്കാം, കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ അഫ്ഗാനിസ്ഥാനാണ്. ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആണെന്ന കാര്യം ഓർത്തു വയ്ക്കുക. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തീരുമാനമാണ്. 2025 മെയ് മാസത്തിൽ ചെസ് നിരോധിച്ച രാജ്യം ഏത്? ഉത്തരമായിട്ട് വരേണ്ടത് അഫ്ഗാനിസ്ഥാനാണ്. 2025 മെയ് മാസത്തിൽ ചെസ് നിരോധിച്ച രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. എയർഫോഴ്സ് 1 ആയി ഉപയോഗിക്കാൻ ബോയിങ് 7478 വിമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചത് ഏത് രാജ്യമാണ് എന്ന് ചോദിക്കാം. എയർഫോഴ്സ് 1 ആയി ഉപയോഗിക്കാൻ ബോയിങ് 7478 വിമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഖത്തർ എന്നാണ്. ഖത്തറാണ്. എയർഫോഴ്സ് 1 ആയി ഉപയോഗിക്കാൻ ബോയിങ് 7478 വിമാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചത് ഖത്തർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരു പേരാണ് മൈൽബൺ എന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന പേര്. അപ്പൊ എന്താണ് മൈൽബൺ എന്ന് പറഞ്ഞാൽ? ഇതൊരു സിനിമയുടെ പേരാണ്. ഇതൊരു ഇന്ത്യൻ സിനിമയുടെ പേരാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് വാർത്തയിൽ എങ്ങനെയാണ് ഇടം പിടിച്ചതെന്ന് വെച്ചാൽ 27ാമത് UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ. അപ്പൊ 27ാമത് UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമയാണ് മൈൽബൺ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് വാർത്തയിൽ ഇടം പിടിക്കുന്നത് 27ാമത് UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കിട്ടിയ ഇന്ത്യൻ സിനിമയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന മൈൽബൺ എന്ന് പറയുന്നത്. 27ാം UK ഏഷ്യ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് പറയണം മൈൽബൺ എന്നതാണ് സിനിമയുടെ പേര്. ഇനി 2025 മെയ് മാസത്തിലാണ് KPCCക്ക് പുതിയ പ്രസിഡന്റ് ഒക്കെ വന്നു. KPCC പ്രസിഡന്റ് നിലവിൽ ആരാണ് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് സണ്ണി ജോസഫ് ആണ്. ആരാണ്? സണ്ണി ജോസഫ് എന്ന് പറയുന്ന പേര് ഓർത്തിരിക്കുക. സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് സണ്ണി ജോസഫ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ട് നടത്തുന്ന പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ വേദി എവിടെ നിന്നാണ് നമ്മുടെ ചോദ്യം. നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ വേദിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബംഗളൂരു ആണ്. എവിടെയാണ്? ബംഗളൂരുവിലാണ്. അപ്പൊ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ വേദി ആദ്യമായിട്ട് നടത്തുന്ന പ്രഥമ നീരജ് ചോപ്ര
ക്ലാസിക് ജാവലിൻ വേദി ബംഗളൂരു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മളുടെ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് കിഷോരി വികാസം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. കിഷോരി വികാസം എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. കൗമാരത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ ജീവിത നൈപുണ്യം പെൺകുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കിഷോരി വികാസം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇത് ഏത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രാപ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആന്ധ്രാപ്രദേശ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? കൗമാരത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ കൗമാരത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ കൗമാരത്തിന്റെ വെല്ലുവിളികളെ നേരിടുക എന്നതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പൊ ഇവിടെ എന്താണ്? കൗമാരത്തിന്റെ വെല്ലുവിളികളെ നേരിടുക, അതിനാവശ്യമായിട്ടുള്ള ജീവിത നൈപുണ്യം പെൺകുട്ടികൾക്ക് നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കിഷോരി വികാസം എന്ന് പറയുന്ന ഒരു പദ്ധതി പരിചയപ്പെട്ടു, അത് ആന്ധ്രാപ്രദേശ് സർക്കാരുമായി ബന്ധപ്പെട്ടതെന്ന് പരിചയപ്പെട്ടു. കൗമാരത്തിന്റെ വെല്ലുവിളികൾ നേരിടുക എന്ന ലക്ഷ്യത്തിൽ അതിന് ആവശ്യമായിട്ടുള്ള ജീവിത നൈപുണ്യം പെൺകുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? കിഷോരി വികാസം എന്ന് പറയുന്ന പദ്ധതി. കൗമാരത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ ജീവിത നൈപുണ്യം പെൺകുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കിഷോരി വികാസം പദ്ധതി എന്നാണ്. അപ്പൊ കിഷോരി വികാസം പദ്ധതി നടപ്പിലാക്കിയ ഗവൺമെന്റ് ഏത്? ആ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആണ്. കിഷോരി വികാസം പദ്ധതി നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എന്താണ് ഇതിന് ലക്ഷ്യം വെക്കുന്നത്? കൗമാരത്തിന്റെ വെല്ലുവിളികളെ നേരിടുക എന്ന ലക്ഷ്യത്തിൽ അതിനാവശ്യമായിട്ടുള്ള ജീവിത നൈപുണ്യം പെൺകുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച ഒരു പദ്ധതി, ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റെ പദ്ധതിയാണ് കിഷോരി വികാസം പദ്ധതി. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുരസ്കാരമാണ്. പുരസ്കാരം എന്ന് പറയുന്നത് OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരമാണ്. OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. ഇത് ലഭിച്ചത് ആർക്കാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സന്തോഷ് എച്ചിക്കാനത്തിനാണ്. ആർക്കാണ് ലഭിച്ചത്? സന്തോഷ് എച്ചിക്കാനത്തിനാണ് ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹത്തിന് ഏത് കൃതിക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാലോ കവണ എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളിലൊന്ന് OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം 2025 പ്രഖ്യാപിച്ചപ്പോൾ ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട സന്തോഷ് എച്ചിക്കാനമാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് കവണ എന്ന കൃതിക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ സമ്മാനത്തുക പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇതില് OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചാൽ സന്തോഷ് എച്ചിക്കാനം കവണയാണ്. നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത് നോവൽ പുരസ്കാരം കിട്ടിയത് ആർക്കെന്നാണ്. OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം സന്തോഷ് എച്ചിക്കാനം കവണ. OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അതാണ് നമുക്ക് ഇനി അറിഞ്ഞിരിക്കേണ്ടത്. ഈ സന്തോഷ് കുമാറിനാണ്. ആർക്കാണ്? ഈ സന്തോഷ് കുമാറിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ ഏത് നോവലാന്ന് വെച്ചാൽ ജ്ഞാനഭാരം എന്ന് പറയുന്ന നോവലാണ്. ആ നോവലിന്റെ പേര് ഓർത്തിരിക്കുക. ജ്ഞാനഭാരം എന്നതാണ് നോവലിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ നോവലിന്റെ പേര് എന്താണ്? ജ്ഞാനഭാരം എന്നാണ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം അത് ലഭിച്ചിരിക്കുന്നത് സന്തോഷ് എച്ചിക്കാനത്തിനാണ്. ചെറുകഥാ പുരസ്കാരം സന്തോഷ് എച്ചിക്കാനം അദ്ദേഹത്തിന്റെ കവണ എന്ന ചെറുകഥയ്ക്കാണ്. ഇനി OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സന്തോഷ് കുമാറിനാണ്. അപ്പൊ രണ്ടും സന്തോഷാണെന്ന് ഓർത്തിരിക്കുക. സന്തോഷ് എച്ചിക്കാനവും ഈ സന്തോഷ് കുമാറിന്റെ ജ്ഞാനഭാരം എന്ന നോവലിനാണ് പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്ന് OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം,
സന്തോഷ് എച്ചിക്കാനത്തിനാണ് ലഭിച്ചത്. OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം സന്തോഷ് എച്ചിക്കാനത്തിനാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കവണ എന്ന ചെറുകഥയ്ക്കാണ് കിട്ടിയത്. ഇനി OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരം അത് കിട്ടിയത് സന്തോഷ് കുമാറിനാണ്. അദ്ദേഹത്തിന്റെ ജ്ഞാനഭാരം എന്ന നോവലിനാണ് പുരസ്കാരം കിട്ടിയത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ജ്ഞാനഭാരം നോവൽ ആരുടേതാണ്? സന്തോഷ് കുമാറിൻ്റെത്. കവണ എന്ന നോവൽ ചെറുകഥ ആരുടെയാണെന്ന് ചോദിച്ചാൽ സന്തോഷ് എച്ചിക്കാനത്തിൻ്റെതാണ്. അതിൽ തന്നെ OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം സന്തോഷ് എച്ചിക്കാനത്തിന് കിട്ടി. ഏത് ചെറുകഥയ്ക്കാണ്? കവട എന്ന ചെറുകഥയ്ക്ക്. OV വിജയൻ സ്മാരക നോവൽ പുരസ്കാരം ആർക്ക് ലഭിച്ചു? സന്തോഷ് കുമാറിന് ലഭിച്ചു. ഏതാണ് അദ്ദേഹത്തിന്റെ നോവൽ എന്ന് ചോദിച്ചാൽ ജ്ഞാനഭാരം എന്നതാണ് നോവലിന്റെ പേര്. ജ്ഞാനഭാരം എന്നാണ് നോവലിന്റെ പേര്. ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു ചോദ്യം, 2025 മെയ് മാസത്തിൽ 2025 മെയ് മാസത്തിൽ ഗോൾഡൻ ജൂബിലി 2025 മെയ് മാസത്തിൽ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത്? ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ സിക്കിമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 2025 മെയ് മാസത്തിൽ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരമായിട്ട് വരേണ്ടത് സിക്കിമാണ്. 2025 മെയ് മാസത്തിൽ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് സിക്കിം എന്ന കാര്യം ഓർത്ത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2025 ദേശീയ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അമേരിക്കയാണ്. ഏതാണ്? അമേരിക്കയാണ്. അപ്പൊ ഇവിടെ നോക്കുക, 2025 ദേശീയ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ അത് അമേരിക്കയാണ്. അപ്പൊ 2025 ദേശീയ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അമേരിക്കയാണ്. അപ്പൊ 2025 ദേശീയ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? അമേരിക്കയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് താപ്തി നദി റീചാർജ് പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട് 2025 മെയ്യിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? താപ്തി നദി റീചാർജ് പദ്ധതി. ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് 2025 മെയ് മാസത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഒന്ന് മധ്യപ്രദേശാണ്. ഒരു സംസ്ഥാനം മധ്യപ്രദേശാണ്. മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? താപ്തി നദി റീചാർജ് പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട് 2025 മെയ് മാസത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് മധ്യപ്രദേശ്, മറ്റൊന്ന് മഹാരാഷ്ട്ര. അപ്പൊ താപ്തി നദി റീചാർജ് പദ്ധതി 2025 മെയ് മാസം ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു രണ്ട് സംസ്ഥാനങ്ങൾ, ഒന്ന് മധ്യപ്രദേശ്, മറ്റൊന്ന് മഹാരാഷ്ട്ര. താപ്തി നദി റീചാർജ് പദ്ധതി നടപ്പിലാക്കുന്നതിനായി 2025 മെയ് മാസത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഒന്ന് മധ്യപ്രദേശ്, മറ്റൊന്ന് മഹാരാഷ്ട്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ചോദ്യം, 2025 മെയ് മാസത്തില് ഇന്ത്യൻ രജിസ്ട്രേഷൻ ജനറൽ ഓഫീസ് പുറത്തിറക്കിയ രജിസ്ട്രാർ ജനറൽ ഓഫീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ബുള്ളറ്റിൻ പ്രകാരം ഇപ്പൊ 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ രജിസ്ട്രാർ ജനറൽ ഓഫീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ബുള്ളറ്റിൻ പ്രകാരം
ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? ഏറ്റവും ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ശിശു മരണനിരക്ക് ശിശു മരണനിരക്ക് ശിശു മരണനിരക്ക് ശിശു മരണനിരക്ക് ശിശു മരണനിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് മിസോറാമാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് നമ്മൾ പരിചയപ്പെട്ടു, മിസോറാമാണ്. അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിക്കിമാണ്. അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് മണിപ്പൂർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ രജിസ്ട്രാർ ജനറൽ ഓഫീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ബുള്ളറ്റിൻ പ്രകാരം ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് രേഖപ്പെടുത്തിയ 3 സ്റ്റേറ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് മിസോറാം, 2 സിക്കിം, മറ്റൊന്ന് മണിപ്പൂരാണ്. മിസോറാം, സിക്കിം, മണിപ്പൂർ എന്ന പേര് ഓർത്തിരിക്കുക. മിസോറാം, സിക്കിം, മണിപ്പൂർ എന്ന പേര് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? 2025 മെയ് മാസം ഇന്ത്യൻ രജിസ്ട്രാർ ജനറൽ ഓഫീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ബുള്ളറ്റിൻ പ്രകാരം ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് രേഖപ്പെടുത്തിയ സ്റ്റേറ്റുകളാണ് മിസോറാം, അതേപോലെ തന്നെ സിക്കിം, അതേപോലെ മണിപ്പൂർ. 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ രജിസ്ട്രാർ ജനറൽ ഓഫീസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ബുള്ളറ്റിൻ പ്രകാരം ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് രേഖപ്പെടുത്തിയ 3 സ്റ്റേറ്റുകൾ, അതിൽ ഒന്നാണ് മിസോറാം, മറ്റൊന്ന് സിക്കിം, മറ്റൊന്ന് മണിപ്പൂരാണ്. അപ്പൊ ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏഷ്യൻ നെല്ലിന്റെ ആദ്യത്തെ പൂർണ്ണമായ പാഞ്ചീനോം വികസിപ്പിച്ചെടുത്തത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഏഷ്യൻ നെല്ലിന്റെ ആദ്യത്തെ പൂർണ്ണമായ പാഞ്ചീനോം വികസിപ്പിച്ചെടുത്തത് ആരെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ചൈന എന്നാണ്. ഏഷ്യൻ നെല്ലിന്റെ ആദ്യത്തെ പൂർണ്ണമായ പാഞ്ചീനോം വികസിപ്പിച്ചെടുത്തത് ചൈനയാണ്. ഏഷ്യൻ നെല്ലിന്റെ ആദ്യത്തെ പൂർണ്ണമായ പാഞ്ചീനോം വികസിപ്പിച്ചെടുത്ത ആരാണ്? ചൈനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. ആദ്യം ഉത്തരം പരിചയപ്പെടാം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ലക്നൗ, ഉത്തർപ്രദേശ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ലക്നൗ, ഉത്തർപ്രദേശ് ആണ്. ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണെന്ന് നമുക്കറിയാം. കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാ? രാജ്നാഥ് സിംഗ് ആണ്, അല്ലെ? നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ രാജ്നാഥ് സിംഗ് ആണ്. ഇദ്ദേഹം ഒരു പുതിയ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലക്നൌവിലാണ്. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ട എന്താണ്? നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പുതിയ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ക്രൂയിസ് മിസൈലിന്റെ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പുതിയ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പുതിയ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് എവിടാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലക്നൗ, ഉത്തർപ്രദേശിലെ ലക്നൌവിലാണെന്ന കാര്യം ഓർക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2025 മലിനീകരണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ റാങ്ക് ചോദിക്കാം. അപ്പൊ 2025 മലിനീകരണ റിപ്പോർട്ട് 2025 മലിനീകരണ റിപ്പോർട്ട് ഇതില് ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇതില് ഇന്ത്യയുടെ റാങ്ക് ആണ് നമ്മൾ പഠിക്കുന്നത്. ഉത്തരമായിട്ട് വരേണ്ടത് 5 എന്നാണ്. അപ്പൊ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 5ാമതാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 2025 മലിനീകരണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രാമതാണ്? 5ാമതാണ്. അപ്പൊ 2025 5 ഇങ്ങോട്ട് പിടിച്ചാൽ മതി.
അപ്പൊ 2025 മലിനീകരണ റിപ്പോർട്ട് റാങ്ക് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ റാങ്ക് ചോദിച്ചാൽ 5 കാര്യം ഓർത്തിരിക്കുക. 2025 5 ഇങ്ങോട്ട് പിടിച്ചാൽ മതി. അപ്പൊ എന്താണ് 2025 മലിനീകരണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 5 സ്ഥാനമാണ്. 2025 മലിനീകരണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ജർമ്മനിയെ മറികടന്ന് കാറ്റിൽ നിന്നും സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ 3ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മളോട് ആദ്യം പരിചയപ്പെട്ടത് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തെ ജർമ്മനിയെ മറികടന്ന് കാറ്റിൽ നിന്നും അതേപോലെ തന്നെ സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി? ലോകത്തിലെ 3ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? ജർമ്മനിയെ മറികടന്ന് കാറ്റിൽ നിന്നും സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ 3ാമത്തെ രാജ്യമായിട്ട് ഏത് മാറിയിരിക്കുകയാണ്? നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ്. അപ്പൊ ജർമ്മനിയെ മറികടന്ന് കാറ്റിൽ നിന്നും സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ 3ാമത്തെ രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയാണ് എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തത് പാകിസ്ഥാനിൽ സ്വയംഭരണ അധികാരത്തിന് പോരാടുന്ന വിഘടനവാദ സംഘടനയുടെ പേരെന്ന് ചോദിക്കാം. പാകിസ്ഥാനിൽ സ്വയംഭരണ അധികാരത്തിന് പോരാടുന്ന വിഘടനവാദ സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന പേര് ഓർത്തിരിക്കുക. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പാകിസ്ഥാനിൽ സ്വയംഭരണാധികാരത്തിന് പോരാടുന്ന വിഘടനവാദ സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഇനി അടുത്ത ഒരു പുരസ്കാരമാണ് നമ്മൾ പഠിക്കുന്നത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? തത്വമസി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജി സുധാകരൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത് 2025 ആർക്കാന്ന് ചോദിച്ചാൽ ജി സുധാകരനാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജി സുധാകരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതിന് ഉത്തരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഷിക്കാഗോയിലെ ഇലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഷിക്കാഗോയിലെ ഇലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. ഇവിടെ എന്താണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് അതായത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാലയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഷിക്കാഗോയിലെ ഇലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് 2026 മുംബൈയിലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞെന്താണ് രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരമായിട്ട് പറയേണ്ടത് ഷിക്കാഗോയിലെ ഇലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. 2026 മുംബൈയിലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയുടെ പേര് ഷിക്കാഗോയിലെ ഇലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. ഇത് മുംബൈയിൽ 2026 പ്രവർത്തനം ആരംഭിക്കുമെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മളുടെ 3 നിയമനങ്ങളാണ്, സംസ്ഥാനവുമായി ബന്ധപ്പെട്ട 3 നിയമനങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിലൊന്ന് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ ആരെന്ന് ചോദിക്കാം. സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ ആരെന്ന് ചോദിക്കാം. വിജിലൻസ് ഡയറക്ടർ ആരെന്ന് ചോദിക്കാം. അപ്പൊ സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ മനോജ് എബ്രഹാം ആണ്. ആരാണ്? മനോജ് എബ്രഹാം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മനോജ് എബ്രഹാം എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ സംസ്ഥാനത്തെ വിജിലൻസ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മനോജ് എബ്രഹാം ആണ്. ഇതുപോലെ സംസ്ഥാനത്തെ എക്സൈസ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരെന്ന് ചോദിക്കാം. സംസ്ഥാനത്തെ എക്സൈസ് കമ്മീഷണർ ആയിട്ട് നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ അവിടെ
ഉത്തരമായിട്ട് വരേണ്ടത് MR അജിത് കുമാറാണ്. MR അജിത് കുമാർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. MR അജിത് കുമാർ എന്ന പേര് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട 2 നിയമനങ്ങളാണ്. ഒന്ന് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം, സംസ്ഥാന എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ എന്ന പേര് ഓർത്തിരിക്കുക. ഇനി സംസ്ഥാന എയർഫോഴ്സ് മേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആര്? സംസ്ഥാന എയർഫോഴ്സ് മേധാവിയായിട്ട് ചുമതലയേറ്റത് ആരെന്നാണ് ചോദ്യം. സംസ്ഥാന എയർഫോഴ്സ് മേധാവിയായിട്ട് ചുമതലയേറ്റത് യോഗേഷ് ഗുപ്തയാണ്. ആരാണ്? യോഗേഷ് ഗുപ്തയാണ്. അപ്പൊ സംസ്ഥാന എയർഫോഴ്സ് മേധാവിയായിട്ട് ചുമതലയേറ്റത് യോഗേഷ് ഗുപ്ത എന്ന പേരാണ് ഓർക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ 3 സംസ്ഥാനവുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ പഠിച്ചു. സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം, സംസ്ഥാനത്ത് എക്സൈസ് കമ്മീഷനായിട്ട് ചുമതലയേറ്റത് MR അജിത് കുമാർ, സംസ്ഥാന എയർഫോഴ്സ് മേധാവിയായിട്ട് നിയമിതനായത് യോഗേഷ് ഗുപ്തയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ നിലവിൽ ഈ ഒരു തീയതി പ്രകാരം മനോജ് എബ്രഹാം ആണ്. പിന്നെ MR അജിത് കുമാർ പേര് ഓർക്കുക, യോഗേഷ് ഗുപ്ത എന്ന പേരും ഓർത്തിരിക്കുക. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരു പേരാണ് ഭുവൻ റിബു എന്നാണ് നമ്മുടെ പേര്. ഭുവൻ റിബു എന്നാണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. ചോദ്യം ഇതാണ്: കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള ലോക നിയമ കോൺഗ്രസ് ബഹുമതി നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള ലോക നിയമ കോൺഗ്രസ് ബഹുമതി നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകനാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഭുവൻ റിബു എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടെന്താണ്? കുട്ടികളുടെ അവകാശങ്ങൾക്കായിട്ടുള്ള ലോക നിയമ കോൺഗ്രസ് ബഹുമതി നേടിയ ആദ്യത്തെ ഇന്ത്യൻ അഭിഭാഷകനാര്? ഭുവൻ റിബു എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള ലോക നിയമ കോൺഗ്രസ് ബഹുമതി നേടിയ ആദ്യ ഇന്ത്യൻ അഭിഭാഷകന്റെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഭുവൻ റിബു എന്നാണ്. ഭുവൻ റിബു എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ഒന്ന് ജപ്പാൻസ് റീസൈലൻസ് മൂൺ ലാൻഡർ എന്ന് പറയുന്നതാണ് നമ്മൾ ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ജപ്പാൻസ് റീസൈലൻസ് മൂൺ ലാൻഡർ 2025 മെയ് 6 തീയതി 2025 മെയ് മാസം 6 തീയതി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വിജയകരമായി പ്രവേശിച്ച ജപ്പാന്റെ മൂൺ ലാൻഡറാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ജപ്പാൻസ് റീസൈലൻസ് മൂൺ ലാൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വിജയകരമായി പ്രവേശിച്ച ജപ്പാന്റെ മൂൺ ലാൻഡർ ആണ് എന്ന് പറയുന്നത് ജപ്പാൻ റീസൈലൻസ് മൂൺ ലാൻഡർ എന്ന് പറയുന്നത്. അപ്പൊ 2025 മെയ് 6 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വിജയകരമായി പ്രവേശിച്ച ജപ്പാന്റെ മൂൺ ലാൻഡറിന്റെ പേര് ചോദിച്ചാൽ ജപ്പാൻ റീസൈലൻസ് മൂൺ ലാൻഡർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത നമ്മുടെ മറ്റൊരു ചോദ്യം മുഹമ്മദ് റാഫി ഗാർഡൻ ആൻഡ് മ്യൂസിയത്തിന്റെ കല്ലിടൽ നടന്നത് എവിടാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോടാണ് ഇത് നിലവിൽ വരാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് മുഹമ്മദ് റാഫി ഗാർഡൻ ആൻഡ് മ്യൂസിയത്തിന്റെ കല്ലിടൽ നടന്നത് എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കോഴിക്കോടാണ്. അപ്പോൾ നമ്മുടെ കേരളത്തില് കോഴിക്കോടാണ് മുഹമ്മദ് റാഫി ഗാർഡൻ ആൻഡ് മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത്. നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. ഇനി നമ്മൾ പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് തൈലേറിയ രോഗം. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന തൈലേറിയ രോഗവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നോക്കാം. അതായത് ഇവിടെ പറയുന്നത് കന്നുകാലികളിൽ കാണപ്പെടുന്ന തൈലേറിയ രോഗം. അപ്പൊ ഇത് കന്നുകാലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കന്നുകാലികളിലാണ് ഇത് കാണപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. കന്നുകാലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ കന്നുകാലികളിൽ കാണപ്പെടുന്ന തൈലേറിയ രോഗത്തിന്റെ രോഗകാരിയാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ രോഗകാരിയുടെ പേര് പ്രോട്ടോസോൺ പാർക്സൈറ്റ്സ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. പ്രോട്ടോസോൺ പാർക്സൈറ്റ് എന്നാണ് ഉത്തരം. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം തൈലേറിയ രോഗം കന്നുകാലിയിൽ കാണപ്പെടുന്ന
രോഗമാണ് തൈലേറിയ രോഗം എന്ന് പറയുന്നത്. ഇതിന്റെ രോഗകാരിയുടെ പേരാണ് നമ്മളിവിടെ പരിചയപ്പെട്ട പ്രോട്ടോസോൺ പാർക്സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ തൈലേറിയ രോഗം, കന്നുകാലിയിൽ കാണുന്ന രോഗം, ഇതിന്റെ രോഗകാരി പ്രോട്ടോസോൺ പാർക്സൈറ്റ്സ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കന്നുകാലിയിൽ കാണപ്പെടുന്ന തൈലേറിയ രോഗത്തിന്റെ രോഗകാരി പ്രോട്ടോസോൺ പാർക്സൈറ്റ്സ് എന്നാണ് ഉത്തരം. പ്രോട്ടോസോൺ പാർക്സൈറ്റ്സ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ കന്നുകാലിയിൽ കാണപ്പെടുന്ന തൈലേറിയ രോഗത്തിന്റെ രോഗകാരി പ്രോട്ടോസോൺ പാർക്സൈറ്റ്സ് എന്നാണ് ഉത്തരമായിട്ട് വരിക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ സുബണ്ണ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഡോക്ടർ സുബണ്ണ അയ്യപ്പൻ അദ്ദേഹം 2025 മെയ് മാസത്തിൽ അന്തരിച്ചു. 2025 മെയ് മാസത്തിലാണ് അദ്ദേഹം അന്തരിച്ചു. 2025 മെയ് മാസത്തിൽ അന്തരിച്ചു. അപ്പൊ ഇദ്ദേഹം ആരാണ് എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഡോക്ടർ സുബണ്ണ അയ്യപ്പൻ അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചാൽ പ്രശസ്ത മത്സ്യശാസ്ത്രജ്ഞനാണ്. ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ പരിചയപ്പെടുന്നു, പ്രശസ്ത മത്സ്യ ശാസ്ത്രജ്ഞനാണെന്ന കാര്യം ഓർത്തിരിക്കുക. മത്സ്യശാസ്ത്രജ്ഞൻ. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടു, പ്രശസ്ത മത്സ്യശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സുബണ്ണ അയ്യപ്പൻ. 2025 മെയ് മാസത്തിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം പ്രശസ്ത മത്സ്യ ശാസ്ത്രജ്ഞനാണ്. ഇത് കൂടാതെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ മുൻ ഡയറക്ടർ കൂടിയാണ്. അതിന്റെ മുൻ ഡയറക്ടർ ജനറൽ കൂടിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഡോക്ടർ സുബണ്ണ അയ്യപ്പൻ. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഡോക്ടർ സുബണ്ണ അയ്യപ്പൻ പ്രശസ്ത മത്സ്യ ശാസ്ത്രജ്ഞനാണ്. ഇത് കൂടാതെ നമ്മൾ പരിചയപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ സുബണ്ണ അയ്യപ്പൻ ICARന്റെ മുൻ ഡയറക്ടർ ജനറൽ കൂടിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ICARന്റെ മുൻ ഡയറക്ടർ ജനറൽ കൂടിയാണ്. അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് മുൻ ഡയറക്ടർ ജനറൽ കൂടിയാണ്. 2025 മെയ് മാസത്തിൽ അന്തരിച്ച പ്രശസ്ത മത്സ്യശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ സുബണ്ണ അയ്യപ്പൻ. അപ്പൊ ഡോക്ടർ സുബണ്ണ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ പ്രശസ്ത മത്സ്യശാസ്ത്രജ്ഞനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് കൂടാതെ അദ്ദേഹം വഹിച്ച ഒരു പ്രധാനപ്പെട്ട പദവി എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ മുൻ ഡയറക്ടർ ജനറൽ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. 2025 മെയ് മാസത്തിലാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് ഡോക്ടർ സുബണ്ണ അയ്യപ്പനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ്. കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് ഇതൊരു സിനിമയുടെ പേരാണ്. ഒരു സിനിമയാക്കാൻ പോകുന്ന സിനിമയുടെ പേരാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപ്പൊ എന്താണ് ഈ ഒരു പേരുമായി ബന്ധപ്പെട്ട് നമ്മുടെ PSC പരീക്ഷയ്ക്ക് പ്രാധാന്യം എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഓർക്കുക, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ കവിതയാണ് കൃഷ്ണാഷ്ടമി. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട ഒരു കവിയുടെ പേരാണ് വൈലോപ്പിള്ളി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. അപ്പൊ വൈലോപ്പിള്ളി ശ്രീധര മേനോൻ അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് ഏത്? കൃഷ്ണാഷ്ടമി എന്ന് പറയുന്നത്. എന്താണ്? കൃഷ്ണാഷ്ടമി. വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ കവിതയാണ് കൃഷ്ണാഷ്ടമി. ആ കൃഷ്ണാഷ്ടമി എന്ന് പറയുന്ന കവിത എന്താക്കാൻ പോവാണ്? സിനിമയാക്കാൻ വേണ്ടി പോവാണ്. എന്തു പേരിലാണ്? കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന പേരിലാണ് സിനിമയാക്കാനായിട്ട് പോകുന്നത്. അത് ആരാണ്, ഏത് സംവിധായകനാണ് ഇത് സിനിമയാക്കാനായിട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ അഭിലാഷ് ബാബു ആണ്. ഡോക്ടർ അഭിലാഷ് ബാബു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞത് വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ കവിതയായിട്ടുള്ള കൃഷ്ണാഷ്ടമി. അപ്പൊ കൃഷ്ണാഷ്ടമി എന്ന കവിത ആരുടെയാന്ന് ചോദിച്ചാൽ വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെയാണ്. അദ്ദേഹത്തിന്റെ കൃഷ്ണാഷ്ടമി എന്ന് പറയുന്ന കവിത കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന പേരിൽ സിനിമയാക്കുന്ന സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ അഭിലാഷ് ബാബു ആണ്. അപ്പോൾ വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ കവിതയായ കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന പേരിൽ സിനിമയാക്കുന്നു ആര്? ഡോക്ടർ അഭിലാഷ് ബാബു. നമ്മളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കപ്പലിന്റെ പേരാണ് INS സുനൈന എന്നതാണ് ഈ ഒരു കപ്പലിന്റെ പേര്. INS സുനൈന ഈ അടുത്ത് വാർത്തയിൽ ഇടം പിടിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ നാവികസേനകളെ കോർത്തിണക്കി സമുദ്ര സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള മഹാദൗത്യം പൂർത്തിയാക്കിയ കപ്പലാണ് INS സുനൈന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ, അപ്പൊ ആ മേഖല നമ്മൾ പരിചയപ്പെട്ടു. ഇന്ത്യൻ മഹാസമുദ്ര
സമുദ്ര മേഖലയാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ നാവിക സേനകളെ കോർത്തിണക്കിയിട്ട്, ഇപ്പൊ ഈ സൗഹൃദ രാഷ്ട്രങ്ങളുടെ നാവിക സേനകളെ കോർത്തിണക്കി സമുദ്ര സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള മഹാദൗത്യം പൂർത്തിയാക്കിയ കപ്പലാണ് INS സുനൈന എന്ന് പറയുന്നത്. എന്നാണ് ഈ പറയുന്ന സൗഹൃദ രാഷ്ട്രങ്ങളുടെ എല്ലാം നാവികസേനകളെ കോർത്തിണക്കിയിട്ട് സമുദ്ര സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള മഹാദൗത്യം പൂർത്തിയാക്കിയ കപ്പലാണ് ഇത് INS സുനൈന. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് ഇത് ഈ പറയുന്ന INS സുനൈന എന്ന് പറയുന്നത്. അപ്പൊ INS സുനൈന എന്ന് പറയുന്ന കപ്പലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ നാവികസേനകളൊക്കെ കോർത്തിണക്കിയിട്ട് സമുദ്ര സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള മഹാദൗത്യം പൂർത്തിയാക്കിയ കപ്പലാണ് ഇത് INS സുനൈന. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൗഹൃദ രാഷ്ട്രങ്ങളുടെ നാവികസേനകളെ കോർത്തിണക്കി സമുദ്ര സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള മഹാദൗത്യം പൂർത്തിയാക്കിയ നാവികസേനയുടെ കപ്പലാണ് INS സുനൈന എന്ന പേര് ഓർത്തിരിക്കുക. ഇനി അടുത്ത് ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനത്തിന്റെ പേരെന്താണ് നമ്മുടെ ചോദ്യം. ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനം, അതിന്റെ പേരാണ് നമ്മൾ ചോദിച്ചത്. ഉത്തരമായിട്ട് വരേണ്ടത് സ്റ്റാർലിങ്ക് ആണ്. സ്റ്റാർലിങ്ക് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഈ സ്റ്റാർലിങ്ക് എന്താണ്? ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനമാണ്. ഉപഗ്രഹ എന്ന കാര്യം ഓർക്കുക. ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനമാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനമാണ് എന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപ്പൊ ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് സ്റ്റാർലിങ്ക് എന്നാണ്. സ്റ്റാർലിങ്ക് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. സ്റ്റാർലിങ്ക് എന്നാണ് ഉത്തരമായിട്ട് വരിക. സ്റ്റാർലിങ്ക്. ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനത്തിന്റെ പേര് ചോദിച്ചാൽ സ്റ്റാർലിങ്ക് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരമായിട്ട് വരേണ്ടത് ഇലോൺ മസ്ക് എന്ന പേരാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഉത്തരം ഞാൻ അവിടെ ആദ്യം എഴുതാം. GMV ലുപിൻ, LUPIN. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, GMV ലുപിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി എഴുതാം, ഉത്തരം എഴുതാം. GMV ലുപിൻ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പിന്റെ മാതൃകയിൽ ചന്ദ്രനിൽ ലഭ്യമാക്കുന്ന നാവിഗേഷൻ സംവിധാനമാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞെന്താണ്? ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഗൂഗിൾ മാപ്പിന്റെ മാതൃകയിൽ ചന്ദ്രനിൽ ലഭ്യമാക്കുന്ന നാവിഗേഷൻ സംവിധാനമാണ്. എന്താണ്? നാവിഗേഷൻ സംവിധാനം. അപ്പൊ ഗൂഗിൾ മാപ്പ് മാതൃകയിൽ ചന്ദ്രനിൽ ലഭ്യമാക്കുന്ന നാവിഗേഷൻ സംവിധാനമാണ് GMV ലുപിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് GMV ലുപിൻ എന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഗൂഗിൾ മാപ്പിന്റെ ഒക്കെ മാതൃകയിൽ ചന്ദ്രനിൽ ലഭ്യമാക്കുന്ന നാവിഗേഷൻ സംവിധാനമാണ് GMV ലുപിൻ എന്ന് പറയുന്നത്. ഗൂഗിൾ മാപ്പിന്റെ മാതൃകയിൽ ചന്ദ്രനിൽ ലഭ്യമാക്കുന്ന നാവിഗേഷൻ സംവിധാനത്തിന്റെ പേരെന്താണ്? GMV ലുപിൻ എന്നാണ് അതിന്റെ പേര്. നമ്മൾ അടുത്ത ചോദ്യം, വേഗത 130 കിലോമീറ്റർ സാധ്യമാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഷൊർണൂർ കണ്ണൂർ സെക്ഷനാണ്. കാര്യം ഓർത്തിരിക്കുക. ഷൊർണൂർ റെയിൽവേ സെക്ഷൻ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം എന്നത് ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വേഗത 130 കിലോമീറ്റർ
സാധ്യമാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സെക്ഷനാണ്. 130 കിലോമീറ്റർ സാധ്യമാക്കുന്ന കേരളത്തിലെ ഫസ്റ്റ് റെയിൽവേ സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഷൊർണൂർ കണ്ണൂർ റെയിൽവേ സെക്ഷൻ ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞ കാര്യം എന്താണ്? വേഗത 130 കിലോമീറ്റർ സാധ്യമാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സെക്ഷൻ ഏത്? ഉത്തരം ഷൊർണൂർ കണ്ണൂർ റെയിൽവേ സെക്ഷൻ. ഉത്തരം എന്താണ്? ഷൊർണൂർ കണ്ണൂർ റെയിൽവേ സെക്ഷൻ. ഓർത്തിരിക്കുക, വേഗത 130 കിലോമീറ്റർ സാധ്യമാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സെക്ഷൻ ചോദിച്ചാൽ ഷൊർണൂർ കണ്ണൂർ റെയിൽവേ സെക്ഷൻ ആണ്. ഇനി അടുത്തൊരു ചോദ്യം, ഗഗൻയാൻ ദൗത്യത്തിന് നിയോഗിച്ചിരുന്ന ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് അജിത് കൃഷ്ണ എന്ന പേരും കൂടെ ഓർത്തിരിക്കുക. അജിത് കൃഷ്ണ. അപ്പൊ ഗഗൻയാൻ ദൗത്യത്തിന് നിയോഗിച്ചിരുന്ന ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് അജിത് കൃഷ്ണ. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം. അടുത്തിടെ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ പഠിച്ചിരുന്നു. ലക്നൌവിലാണ്. പ്രതിരോധ മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പരിചയപ്പെടാൻ പോകുന്നത് ലിയോ 14 കുറിച്ചാണ്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പിൻഗാമിയായിട്ട് വന്നിരിക്കുന്ന പുതിയ മാർപ്പാപ്പയാണ് ലിയോ 14. അപ്പൊ പുതിയ മാർപ്പാപ്പയാണ് നമ്മുടെ ലിയോ 14. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് റോബർട്ട് പെർവോസ്റ്റ് എന്നാണ്. യഥാർത്ഥ പേര് എന്ന് പറയുന്നത് റോബർട്ട് പെർവോസ്റ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. റോബർട്ട് പെർവോസ്റ്റ് ആണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത് ലിയോ 14 എന്ന പേരിലാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? അമേരിക്കക്കാരനാണ്. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ്. അതേപോലെ തന്നെ എത്രാമത്തെ മാർപ്പാപ്പയാണ്? 267ാമത്തെ മാർപ്പാപ്പയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നിലവിൽ നമ്മുടെ പുതിയ മാർപ്പാപ്പ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ലിയോ 14. റോബർട്ട് പെർവോസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. പക്ഷെ അദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത് ലിയോ 14 എന്ന പേരിലാണ്. USA കാരനാണ്. അതുകൊണ്ട് തന്നെ USA നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ എന്നൊരു പ്രത്യേകതയുണ്ട്. 267ാമത്തെ മാർപ്പാപ്പയാണ്. പുതിയ മാർപ്പാപ്പയായിട്ടുള്ള ലിയോ 14, യഥാർത്ഥ പേര് റോബർട്ട് പെർവോസ്റ്റ്. അദ്ദേഹം USA കാരനാണ്. USA നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ്. അതോടൊപ്പം തന്നെ 267ാമത്തെ മാർപ്പാപ്പയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പിൻഗാമിയായിട്ട് പുതിയ മാർപ്പാപ്പ വരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് റോബർട്ട് പെർവോസ്റ്റ്. എന്നാൽ അദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത് ലിയോ 14 എന്ന പേരിലാണ്. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ്. 267ാമത്തെ മാർപ്പാപ്പയാണ് നമ്മുടെ ലിയോ 14 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാബുജി വനം ആണ്. എന്താണ് ബാബുജി വനം എന്ന് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്തിടെ ലോകത്തിലെ ആദ്യത്തെ എനർജി ട്രാൻസ്മിഷൻ ഗാർഡൻ, അതാണ് ബാബുജി വനം എന്ന് പറയുന്നത്. അത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്തത് തെലങ്കാന കൻഹ ശാന്തിവനത്തിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ബാബുജി വനം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ എനർജി ട്രാൻസ്മിഷൻ ഗാർഡൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ എനർജി ട്രാൻസ്മിഷൻ ഗാർഡൻ ആണ് നമ്മളിവിടെ പരിചയപ്പെട്ട ബാബുജി വനം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എനർജി ട്രാൻസ്മിഷൻ ഗാർഡൻ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം. ഏതാണ്? ബാബുജി വനമാണ്. ഇത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചാൽ തെലുങ്കാന കൻഹ ശാന്തിവനത്തിലാണ്. അപ്പൊ തെലുങ്കാനയിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. തെലങ്കാന കൻഹ ശാന്തിവനത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടെന്താണ്? അടുത്തിടെ ലോകത്തിലെ ആദ്യത്തെ എനർജി ട്രാൻസ്മിഷൻ ഗാർഡൻ ബാബുജി വനം ഉദ്ഘാടനം ചെയ്തു തെലങ്കാന കൻഹ ശാന്തിവനത്തിലെ. അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന പേര് ബാബുജി വനം എന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ എനർജി ട്രാൻസ്മിഷൻ ഗാർഡൻ ആണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് തെലങ്കാന കൻഹ ശാന്തിവനത്തിലാണ്. അടുത്തിടെ ലോകത്തിലെ ആദ്യത്തെ എനർജി ട്രാൻസ്മിഷൻ ഗാർഡൻ ബാബുജി വനം ഉദ്ഘാടനം ചെയ്തത് എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തെലങ്കാന കൻഹ ശാന്തിവനത്തിലാണ്. അപ്പൊ തെലങ്കാന കൻഹ ശാന്തിവനത്തിലെ ബാബുജി വനത്തിന്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ തന്നെ ആദ്യത്തെ എനർജി ട്രാൻസ്മിഷൻ ഗാർഡൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ എനർജി ട്രാൻസ്മിഷൻ ഗാർഡൻ ബാബുജി വനം ഉദ്ഘാടനം ചെയ്തത് തെലങ്കാനയിലെ കൻഹ ശാന്തിവനത്തിലാണ്. കാര്യം ഓർത്തിരിക്കുക. അവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ചാൽ കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട കേരള സർക്കാരിന്റെ സമഗ്ര പദ്ധതിയാണ്. അപ്പൊ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്
കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വെച്ചാൽ കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കുക. അപ്പൊ എന്താണ് കുടിയേറ്റ കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് എന്താണ് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കുക. വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കുക എന്നതാണ്. ഇതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ പ്രവേശനം ഉറപ്പാക്കുക ആർക്കാണ്? കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക്. അപ്പൊ ജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതി പഠിച്ചു. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട കേരള സർക്കാർ സമഗ്ര പദ്ധതിയാണ് ജ്യോതി പദ്ധതി. അപ്പൊ എന്താണ് ജ്യോതി പദ്ധതി? കേരള സർക്കാരിന്റെ സമഗ്ര പദ്ധതിയാണ്. എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കുക. അപ്പൊ ജ്യോതി എന്ന് പറയുന്ന പദ്ധതി കണ്ടാൽ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം, കേരള സർക്കാരിന്റെ ഒരു സമഗ്ര പദ്ധതിയാണ്. എന്താണ് ലക്ഷ്യം വെക്കുന്നത്? കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ കേരള സർക്കാരിന്റെ സമഗ്ര പദ്ധതിയായിട്ടുള്ള ജ്യോതി എന്ന പദ്ധതി. ഇനി നമ്മുടെ മനസ്സിൽ ഒരിക്കലും മാറാതെ നിൽക്കുന്ന ഒരു ഡേറ്റ് തന്നെയാണ് ഇത്. ഈ ഒരു ഡേറ്റ് ആണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഡേറ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ആ ഒരു ഡേറ്റ് ഓർത്തിരിക്കണം. 2025 മെയ് മാസം 7-ാം തീയതിയാണ്. 2025 മെയ് മാസം 7-ാം തീയതിയാണ്. ഇനി എങ്ങാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ 2025 കൊണ്ട് വിളിച്ചാൽ മതി. 5 എന്ന് പറയുന്ന 5-ാം മാസം, അതായത് മെയ് മാസമാണ്. 5 2 കൂടെ കൂട്ടിയാൽ 7 കിട്ടും. ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാലും മതി. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 2025 മെയ് 7-ാം തീയതിയാണ്. ഈ ഒരു പേര് നിർദ്ദേശിച്ചാരെന്ന് വെച്ചാലോ നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായിട്ട് 9 ഇടങ്ങളിൽ ഇന്ത്യ നടത്തിയ ഒരു മിസൈൽ ആക്രമണമാണ്. 9 ഇടങ്ങളിലാണ് അവിടെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. അത് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ 2025 മെയ് 7-ാം തീയതിയാണ്. 2025 മെയ് 7-ാം തീയതിയാണ്. പിന്നെ ഓൾറെഡി നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ നടപടി വിശദീകരിക്കാൻ വേണ്ടി നിയോഗിച്ച 2 വനിതകളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേണൽ സോഫിയ ഖുറേഷിയാണ് ഒന്നാമത്തെ പേര്. കേണൽ സോഫിയ ഖുറേഷി എന്ന പേര് ഓർക്കുക. ഇനിയും വേണമെങ്കിൽ ചോദിക്കാം. അടുത്ത വ്യക്തി വ്യോമിക സിംഗ് ആണ്. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഈ പേരുകൾ ഓർത്തിരിക്കാം. വ്യോമിക സിംഗ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഓപ്പറേഷൻ സിന്ദൂർ നടപടി വിശദീകരിക്കാനായിട്ട് നിയോഗിച്ച വനിതകളിൽ ഒന്ന് കേണൽ സോഫിയ ഖുറേഷി, മറ്റൊന്ന് വ്യോമിക സിംഗ്, വിംഗ് കമാൻഡർ ആയിട്ടുള്ള വ്യോമിക സിംഗ് ആണ്. ഇനി ഇവിടെ പരിചയപ്പെടാൻ പോകുന്ന ഒരു പേരാണ് ടാർഡിഗ്രേഡ് എന്നതാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. നമ്മളിവിടെ പരിചയപ്പെടുന്ന ടാർഡിഗ്രേഡ്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തു. അദ്ദേഹം ഏത് ജീവിയിലാണ് ബഹിരാകാശത്ത് പരീക്ഷണങ്ങൾ നടത്തിയെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഒരു പേരാണ് ടാർഡിഗ്രേഡ് എന്ന് പറയുന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ഇന്ത്യക്കാരനായിട്ടുള്ള ശുഭാംശു ശുക്ല അദ്ദേഹം ഏത് ജീവിയിലാണ് ബഹിരാകാശത്ത് പരീക്ഷണങ്ങൾ നടത്തിയത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട പേരാണ് ടാർഡിഗ്രേഡ് എന്ന് പറയുന്നത്. എന്താണ് ടാർഡിഗ്രേഡ് എന്ന് പറയുന്നത്? പൊള്ളുന്ന ചൂട്, ആണവികിരണം, കൊടും തണുപ്പ് ഇതൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് നമ്മൾ ഈ പറയുന്ന ടാർഡിഗ്രേഡ് എന്ന് പറയുന്നത്. വാട്ടർ ബെയർ, മോസ് പിക്ലെറ്റ് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. ഇതിന്റെ മറ്റ് പേരുകളാണ്. ഒന്ന് വാട്ടർ ബെയർ, മറ്റൊരു പേരാണ് വാട്ടർ ബെയർ. അതേപോലെ തന്നെ ഇവ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മോസ് പിക്ലെറ്റ്. എന്താണ്? മോസ് പിക്ലെറ്റ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് എന്താണ്? രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ഇന്ത്യക്കാരനായിട്ടുള്ള ശുഭാംശു ശുക്ല അവിടെ ടാർഡിഗ്രേഡ് എന്ന് പറയുന്ന ഒരു ജീവിയിൽ എന്താണ് പരീക്ഷണങ്ങൾ നടത്തി. ഈ ഒരു ജീവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പൊള്ളുന്ന ചൂടിലും ആണവ വികിരണം അതുപോലെ കൊടും തണുപ്പ് ഇവയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് ടാർഡിഗ്രേഡ്. വാട്ടർ ബെയർ, മോസ് പിക്ലെറ്റ് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. അപ്പൊ ടാർഡിഗ്രേഡ് ആണ് എന്ത് പേരിലും അറിയപ്പെടുന്നത്? വാട്ടർ ബെയർ എന്നും മോസ് പിക്ലെറ്റ് എന്നും അറിയപ്പെടുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി മെയ് 8-ാം തീയതിയുടെ പ്രത്യേകത എന്താണ്? റെഡ് ക്രോസ് ദിനമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ലോക റെഡ് ക്രോസ് ദിനം എന്നാണ് ചോദിക്കും. ലോക റെഡ് ക്രോസ് ദിനം എന്നാണ് ചോദിക്കും. ഉത്തരമായിട്ട് വരേണ്ടത് മെയ് മാസം 8-ാം തീയതിയാണ്. മെയ് മാസം 8-ാം തീയതിയാണ് ലോക റെഡ് ക്രോസ് ദിനം എന്ന കാര്യം ഓർത്തിരിക്കുക. 2025 റെഡ് ക്രോസ് ദിനമായിട്ട് മെയ് 8-ാം തീയതി ആചരിച്ചപ്പോൾ അവിടെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യത്വത്തെ സജീവമായി നിലനിർത്തുക. എന്തായിരുന്നു തീം?
മനുഷ്യത്വത്തെ സജീവമായി നിലനിർത്തുക എന്നതായിരുന്നു തീം. അപ്പൊ മനുഷ്യത്വത്തെ സജീവമായിട്ട് നിലനിർത്തുക. അപ്പോൾ റെഡ് ക്രോസ് ദിനം എന്താണെന്ന് വെച്ചാൽ മെയ് 8 തീയതിയാണ്. റെഡ് ക്രോസ് ദിനം എന്താണെന്ന് വെച്ചാൽ മെയ് 8 തീയതിയാണെന്ന കാര്യം ഓർക്കുക. റെഡ് ക്രോസ് ദിനം എന്നാണ് മെയ് 8 തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. റെഡ് ക്രോസ് ദിനം മെയ് 8 തീയതി. അതേപോലെ തന്നെ മനുഷ്യത്വത്തെ സജീവമായി നിലനിർത്തുക എന്നതായിരുന്നു ഈ ഒരു വർഷത്തെ റെഡ് ക്രോസ് ദിനത്തിന്റെ തീം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിപ്പോ മെയ് മാസം 8 തീയതി വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 2025 മെയ് 8 വരെയുള്ള കാര്യങ്ങൾ ഇത്രയും ക്ലാസ്സിലൂടെയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് ജനുവരി മാസം വരെയുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നതാണ്. അതിൽ മെയ് 8 തീയതി വരെ നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബാക്കി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.